കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചീര കൃഷിയാണ്. ഞാൻ 2-3 തരം ചീരകളുണ്ട്. ഞാൻ അവയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചീര കൃഷി എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ളതൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനും പിന്നെ ആവശ്യം കഴിഞ്ഞിട്ട് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ചീരത്തോട്ടം. ഇതിപ്പോൾ എല്ലാം മിക്സായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് പരിപ്പ് ചീര. ഈ ചീര നല്ല ടേസ്റ്റാണ്. ഇത് പരിപ്പിട്ട് കറി വയ്ക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് തോരനായിട്ടും ഉപയോഗിക്കാം. ഇത് പരിപ്പ് ചീര. ഇനി ഞാൻ കണ്ടിരിക്കുന്നത് അടുത്തതാണ്. ഇത് നമ്മുടെ പച്ചച്ചീരയാണ്. പച്ചച്ചീര എന്നും ചിലവരൊക്കെ തണ്ടൻ ചീര എന്നും പറയും. ഇത് ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്. ഇത് മേളിൽ കിള്ളിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വീണ്ടും പൊടിച്ചു വരുന്നതുമായിരിക്കും. ഇതാണ് കൂടുതലായിട്ട് നട്ടിരിക്കുന്നത്. ഒത്തിരിയായിട്ട് നട്ടിരിക്കുന്ന തോട്ടമുണ്ട്. അതുകൂടാതെ വീണ്ടും ഉള്ളത് ചെറുചീര എന്നാണ് ഇത് പറയുന്നത്. ചെറുചീരയും ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്. ഇത് എല്ലാം കിള്ളിയെടുക്കും. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും നിൽക്കുന്നതാണ് ഇപ്പോൾ. ഇത് നിറയെ പിടിച്ചു വരുന്നുണ്ട്. പിന്നെ കൂടുതൽ വളങ്ങളും ഇതൊന്നും ഞാൻ പ്രയോഗിക്കുന്നില്ല. ഒത്തിരി നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ച് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് കൂടുതൽ തൂവി കൊടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ നട്ടാൽ മതിയാകും. ഇത് വളരെയധികം പിടിച്ചു വരുന്നതാണ്. പിന്നീടുള്ളതാണ് ഇതാണ് തക്കാളി ചീര എന്നാണ് പറയുന്നത്. ചിലരൊക്കെ കുട്ടിത്തക്കാളി എന്നും പറയും. ഇത് വളരെയധികം നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ നല്ല നനവും വളമുണ്ടെങ്കിൽ എല്ലാവർക്കും കൃഷി ചെയ്യാവുന്നതാണ്. വേറെ കൂടുതൽ വളങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് കിച്ചൺ വേസ്റ്റ് വച്ചുള്ള വളം ഉണ്ടാക്കി അത് തൂവി കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ നട്ടാൽ മതിയാകും. നന്നായിട്ട് നനച്ചും കൊടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ള ഇത് എടുക്കാനായിട്ട് സാധിക്കും, ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാവരും സ്വന്തം സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിന് കൂടുതൽ സ്ഥലമൊന്നും ഇല്ലയെന്നൊന്നും ആരും വിഷമിക്കേണ്ട. അധികം സ്ഥലമൊന്നും ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലത്താണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും എടുക്കാം. പിന്നെ നമ്മുടെയൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാനും കിട്ടും. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വേറെ കൂടുതൽ ഇതൊന്നും ഉണ്ട്. പക്ഷേ നനയ്ക്കുന്നത് നന്നായിട്ട് നനച്ചു കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഒത്തിരിയായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് ഞാൻ നട്ടിട്ട് ഇത് കണ്ടോ, ഒരു ചെറിയ തൈ നട്ടതാണ്. ഇത് പിടിച്ചു വരുന്നുള്ളൂ. ഇങ്ങനെ നട്ട് പിടിച്ചു വന്നതാണ് ഇപ്പോൾ ഈ രീതിയിലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുകയാണെങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമായ ചീര നമുക്ക് എടുക്കുകയും ചെയ്യാം. നമുക്കത് പറിച്ചെടുക്കുന്നതൊക്കെ നല്ല സന്തോഷമായിരിക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ. ഓക്കെ.